അരവിന്ദിൻ്റെ അതിഥിക്ക് ശേഷം സുബൈറിന് വേണ്ടി തന്നെ 2 സബ്ജക്റ്റ് ഇത് ഏകദേശം പൂർണ്ണമായി വർക്കൗട്ട് ചെയ്തതാണ്. അതുപോലെ ലാസ്റ്റെത്തുമ്പോൾ വിനീതിനും തൃപ്തികരമാവില്ല, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആലോചിക്കും തൃപ്തികരമാവില്ല. അങ്ങനെ മാറി മാറിയിട്ട് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്, ബോധപൂർവ്വമല്ല. ഉദയാണ് താരത്തിൻ്റെ സമയത്ത് ആ ഡിസ്കഷൻ ടൈമിലാണ് ഈ അശോക് ഒരു സൂപ്പർ സ്റ്റാറും ഒരു ഫ്രണ്ടും എന്നുള്ള രീതിയിൽ ഒക്കെ ആലോചിച്ചാൽ അങ്ങനെ തോട്ട് വന്നത്. അതിന് കാരണം ശ്രീനിയുടെ ലൈഫിൽ ഒരുപാട് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ ശ്രീനിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് മമ്മൂട്ടി ഇത് ഒരു 4-5 സീനിൽ വേണ്ടി വരും, മമ്മൂട്ടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. കാരണം ലോകത്തിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ അത് മമ്മൂട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ കഴിഞ്ഞ പടങ്ങളിൽ അത് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഇതിൽ ഇമോഷൻസ് കുറവാണ്. നമ്മൾ അരവിന്ദിൻ്റെ ഇമോഷണലി പാക്ഡാണ്. ഇത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാവരും ലൈഫിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ കഥയായതുകൊണ്ട് അത് പിന്നെ ഒരു ഇതിൻ്റെ വിശ്വാസമൊന്നുമല്ല വേണ്ടത്, ജാതകത്തിലുള്ള വിശ്വാസമല്ല, പരസ്പര വിശ്വാസമാണ് വേണ്ടതെന്നുള്ള രീതിയിലൊരു ആണ് കൊണ്ടുപോകുന്നത്. ഒരു ഫണ്ടിലൂടെ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, അരവിന്ദൻ്റെ അതിഥികൾ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച മോഹൻ സാറാണ് നമ്മളിവിടെ. വെൽക്കം ടു സിനിമ പ്രാന്തൻ. ഓക്കെ, ഏറ്റവും പുതിയ സിനിമ ഒരു ജാതി ജാതകം റിലീസിന് ഒരുങ്ങാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സ്വാഭാവികമായിട്ടും സിനിമ എല്ലാവരും കാണും, എല്ലാവരും എൻജോയ് ചെയ്യും, സന്തോഷത്തോടുകൂടി തിയേറ്ററിൽ നിന്ന് വിട്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു ഫോർമാറ്റ് തന്നെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതെ, മെയിനായിട്ട് ഒരു ഫൺ തന്നെയാണ്, ത്രൂ ഔട്ട് ഫൺ തന്നെയാണ്. അപ്പം ടെൻഷനായിട്ടും പല പ്രശ്നങ്ങളുമായിട്ട് തിയേറ്ററിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ട്രെയിലർ നല്ല ഇറങ്ങിയിരുന്നല്ലേ? നല്ല റെസ്പോൺസുണ്ട്. പല മേഖലകളിലെ തൊഴിൽ മേഖലകളായാലും പിന്നെ വിദ്യാർത്ഥികളായാലും പല ഏജിലുള്ളവരൊക്കെ വിളിച്ചിട്ട് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വിനീതിനെ കാണാത്തൊരു ടൈപ്പ് കഥാപാത്രമാണ് തോന്നിയിട്ടുള്ളത്. അതെ, വിനീതിന് കാണാതെ തന്നെ. പക്ഷേ നമുക്ക് ഇത്ര ചെറുപ്പക്കാരെ സമൂഹത്തിലും നമ്മുടെ വീട്ടിലുണ്ടാവും. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പെണ്ണ് കിട്ടാൻ നമ്മൾ ട്രോളായിട്ടും പിന്നെ ഇതിലൊക്കെ എഫ്ബിയിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സങ്കടം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവനും അക്കൂട്ടത്തിൽ പെട്ടുകയാണ്. 19-38 വയസ്സായി പെണ്ണ് കിട്ടാൻ പെണ്ണന്വേഷിച്ച് നടക്കുന്ന ജാതകത്തിൻ്റെ പേരിൽ ഇവ കുറേ ഡിമാൻഡ്സൊക്കെ വെക്കും. അവസാനം ഡിമാൻഡ്സ് കുറഞ്ഞു വരും. ഇങ്ങനെയുള്ള അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പെണ്ണന്വേഷണവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലുണ്ടാകുന്ന തമാശകളും അതിൻ്റെ ചില രസകരമായ മുഹൂർത്തങ്ങളാണ് ത്രൂ ഔട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു തോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോഴാണ് കറണ്ടിയാണ് ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് വിഷയമായിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു തോട്ട് ഏത് സമയത്താണ് വരുന്നത്? ഇത് ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രാകേഷ് മണ്ടോടിയാണ്. അവനെനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പല അവൻ്റെ കഥകളൊക്കെ ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കഥകളും മാണിക്കക്കല്ലും അതുപോലെ എല്ലാ സിനിമകളുടെ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ രാകേഷ് കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം പറഞ്ഞു. പക്ഷേ എനിക്ക് കേൾക്കാനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം മൂപ്പര് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനിടയിൽ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ സുബൈറിന് വേണ്ടിയിട്ട് വേറൊരു സബ്ജക്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അതിന് ചില പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ചൈനയിൽ കൊറോണയൊക്കെ വന്ന് അങ്ങനെ നടന്നില്ല. അപ്പോൾ അതിനിടയിൽ രാകേഷിൻ്റെ ഒരു സബ്ജക്റ്റ് സംസാരിച്ചു. അത് പ്ലോട്ട് വിനീതിന് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ വിനീതിൻ്റെ ഫ്ലാറ്റിൽ ഞാനും രാകേഷും കൂടി ഇരുന്ന് ആ കഥയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഇങ്ങനെ സംസാരം മധ്യേ പണ്ട് ഞാനൊരു കഥ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവന് ഇതിൻ്റെ ഒരു കഥ ചെറിയ രീതിയിൽ നറേറ്റ് ചെയ്തപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വിനീത് എണീറ്റിരുന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഇത് ഞാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. പിന്നെ മാവൻ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ചെയ്യാം, കാരണം ഇത് വേറൊരു ജോണറിലൊരു സാധനം ആയതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. ചെയ്യുന്നത് അങ്ങനെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ പ്രൊഡ്യൂസർ വിളിച്ച് സുബൈറിൻ്റെ വിളിച്ചു, സുബൈർ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. നമ്മളൊരു വിശ്വാസം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ആ വിശ്വാസം പ്രൊഡ്യൂസർ നമ്മൾ അർപ്പിച്ച വിശ്വാസം എന്തായാലും നല്ല രീതിയിൽ തന്നെ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അരവിന്ദൻ്റെ അതിഥി വലിയൊരു ഹിറ്റായ ഒരു സിനിമയാണ്. അതിനുശേഷം അതേ ടീമാണ് ഒന്നിക്കുന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ, മോഹൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു? ഞാൻ പറഞ്ഞില്ല, അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏതൊരാളും ഒരു സിനിമ ചെയ്യുമ്പോൾ
അത് അവർക്ക് എൻജോയ് ചെയ്തിട്ടായിരിക്കില്ല ചെയ്യാം. അതെ. അപ്പോൾ ഇത് എന്തായാലും ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഈ ചെറിയൊരു പ്ലോട്ട് പറയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ നമ്മൾ ചിരിച്ചു. അപ്പോൾ ആ ചിരി തന്നെയാണ് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അതിൽ ചെറിയൊരു ശതമാനം സിനിമ കണ്ടാൽ വിജയിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ട്. പക്ഷേ അത് സ്ക്രിപ്റ്റ് വർക്കിൽ കുറേ സമയം എടുത്തു. ആ സമയത്തിനുള്ളിൽ രാകേഷിൻ്റെ ഒരു ടീമുണ്ട്, പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഫ്രണ്ട്സൊക്കെ അടങ്ങിയ ടീമുണ്ട്. അവർ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നിരന്തരം കാണുന്ന കുറേ ആൾക്കാരുടെ ഡയലോഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പ്രത്യേകിച്ചും ഈ വിനീതിൻ്റെ ക്യാരക്ടർ എന്ന ജയേഷിൻ്റെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇത് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരും. ചെന്നൈ തലശ്ശേരിയാണ്, തലശ്ശേരിക്കാരനായിട്ടാണ്. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരത്തെ ട്രെയിനിന് തിരിച്ചു പോകും. പെണ്ണും സെറ്റാകുന്നില്ല. അപ്പോൾ അവനുണ്ടാകുന്ന ഫ്രസ്ട്രേഷനും ദേഷ്യവും സങ്കടവും, അതുകൊണ്ട് വിനീത് ആ രീതിയിലുള്ള സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. ഈ മോഹൻ്റെ സിനിമകൾ പരിശോധിച്ച് ഈ ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ്. എല്ലാ സിനിമകളും അത്തരത്തിലുള്ള ഇമോഷൻ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് ഫണ്ണാണ്. ഇപ്പോൾ അച്ഛൻ മകനാണെങ്കിലും ഭയങ്കര ഫണ്ണി ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ബന്ധങ്ങളുടെ ഒരു അച്ഛൻ മകൻ? ഇതിലും നല്ലൊരു ഫാമിലി, ഒരു എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഒരു നാച്ചുറലി നമുക്ക് നൈസ് ഫാമിലിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഈ കക്ഷിക്ക് ഇത് ഈ പെണ്ണ് കിട്ടാതിൻ്റെ പേരിലൊക്കെ ചില ദേഷ്യങ്ങളൊക്കെ വരും, അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പം നാച്ചുറലി ഇത് ഇപ്പം എൻ്റെ കഴിഞ്ഞ പടങ്ങളിൽ അത് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഇതിൽ ഇമോഷൻസ് കുറവാണ്. നമ്മൾ അരവിന്ദിൻ്റെ ഇമോഷണലി പാക്ഡ് ആണ്. ഇത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, എല്ലാവരും ലൈഫിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ കഥയായതുകൊണ്ട് അത് പിന്നെ ഒരു ഇതിൻ്റെ വിശ്വാസമൊന്നുമല്ല വേണ്ടത്, ജാതകത്തിലുള്ള വിശ്വാസമല്ല, പരസ്പര വിശ്വാസമാണ് വേണ്ടതെന്നുള്ള രീതിയിലൊരു ആണ് കൊണ്ടുപോകുന്നത്. ഒരു ഫണ്ടിലൂടെ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു ടൈറ്റിലേക്ക് ഒരു ജാതകം ആ ഒരു ടൈറ്റിൽ തന്നെയാണോ ഇതിന് സിനിമയ്ക്ക്? ടൈറ്റിലിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ കഥ എഴുതുന്ന കാലം മുതലേ ടൈറ്റിലിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പല പേരുകളും പരിഗണനയ്ക്ക് വരും. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ സുബൈറിന് ഇഷ്ടപ്പെട്ടില്ല, സുബൈറിന് ഇഷ്ടപ്പെടും, നമുക്ക് അങ്ങനെ മാറി മാറി വന്ന്. അത് രാകേഷിൻ്റെ വൈഫുണ്ട്, അവളെ ചേച്ചി, ഈ നമ്മളെ ടീമിലൊക്കെ എല്ലാവരും കഥ അറിയാം, ലൈക്കായിട്ടാണ്. അപ്പോൾ അവളെ ചേച്ചി ഒരു ഡോക്ടറാണ്. അവർ ഒരു പേര് പറഞ്ഞു, ആ പേര് ഇത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും ടീമിനോട് അടുത്ത് നിൽക്കുന്ന പേര്. ഇപ്പോൾ ഈ അരവിന്ദൻ്റെ അതിഥികളിൽ ഇപ്പോൾ നിഖില ഒരു കാസ്റ്റ് ആയിരുന്നല്ലോ. ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് നായകന്മാർ വരുന്നുണ്ട്. നിഖില വീണ്ടും ഇതിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്, ഇതിലുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് സെലക്ഷൻ പരിപാടി? കാസ്റ്റിംഗ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിഖില ബോധപൂർവം അങ്ങനെ കാസ്റ്റ് ചെയ്തല്ല, അരവിന്ദിൻ്റെ അതിൽ തുടർച്ചാന്ന രീതിയിൽ കാസ്റ്റ് ചെയ്തൊന്നുമല്ല. അപ്പം ഈ കാസ്റ്റിങ്ങിൻ്റെ സമയമായപ്പോൾ ഓരോ ക്യാരക്ടർ ആര് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ ഭംഗിയാവും, അങ്ങനെ ഓരോരുത്തർ സെലക്ട് ചെയ്തപ്പോൾ നിഖിലേക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. നിഖില വായിച്ചപ്പോൾ നിഖിലോട് ചോദിച്ചു ഏതെങ്കിലും രീതിയിൽ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ നല്ലത്. കാരണം നമുക്ക് രണ്ട് ക്യാരക്ടറിന് ചോയ്സ് ഉണ്ടായിരുന്നു, രണ്ട് ചെയ്താലും നിഖില തന്നു. അപ്പോൾ നിഖില പറഞ്ഞു ഇത് ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം അതിലൊരു കുറച്ച് ഫൺ ബേസ്ഡ് സാധനമാണ്, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി ഭാഗത്തുള്ളൊരു കഥയായതുകൊണ്ട് തലശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട തലശ്ശേരിയിൽ നിന്ന് വടക്കോട്ടുള്ള മെയിൻ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കുറേ പുതിയ ആൾക്കാരൊക്കെ ഓഡീഷൻ നടത്തിയിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇത് വിനീതിൻ്റെ അച്ഛനായിട്ട് ഇത് കുഞ്ഞികൃഷ്ണ മാഷ്, അത് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അമ്മയായിട്ട് രജിത മധു, അവർ ഓൾറെഡി ആർട്ടിസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ അഭിനയിച്ചവരെ പോലും, കുറച്ച് വേഷങ്ങൾ ചെയ്തവരെ പോലും നമ്മൾ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് സെറ്റാക്കിയതാണ്. ഇതിപ്പോൾ 5ാമത്തെ സിനിമ അല്ലേ? 6ാമത്തെ സിനിമ. അപ്പോൾ ഈ ഒരു ജേണി അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു ഇടവേളകളുണ്ട്, കൃത്യമായ ഇടവേളകൾ എടുക്കുന്നുണ്ട്. അത് പ്ലാൻഡാണോ? അല്ല, കൃത്യമായ ഇടവേള എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കൃത്യത വെച്ചിട്ടല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഓരോ പടം കഴിയുമ്പോൾ പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ സബ്ജക്റ്റിലേക്ക് എത്തുമ്പം നമുക്ക് തൃപ്തികരമല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം ഇതിന് സുബൈറിന് വേണ്ടി തന്നെ ഈ ഒരു ചെറിയ അരവിന്ദിൻ്റെ അതിഥിക്ക് ശേഷം സുബൈറിന് വേണ്ടി തന്നെ 2 സബ്ജക്റ്റ് ഇത് ഏകദേശം പൂർണ്ണമായി വർക്കൗട്ട് ചെയ്തതാണ്. അതുപോലെ ലാസ്റ്റ് എത്തുമ്പോൾ വിനീതിനും തൃപ്തികരമാവില്ല, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആലോചിക്കും തൃപ്തികരമാവില്ല. അങ്ങനെ മാറി മാറിയിട്ട് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബോധപൂർവമല്ല. കാരണം ബോധപൂർവം നമുക്ക് വേഗം പടം ചെയ്യുക ആഗ്രഹം തന്നെയാണ്. പക്ഷേ തൃപ്തികരമല്ലാത്തത് കൊണ്ട്
ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഭയങ്കര ഹിറ്റ് സമ്മാനിച്ച് പിന്നെ ഒരു ഗ്യാപ്പ് അത്യാവശ്യം 4-5 വർഷമായില്ലേ ഇപ്പോൾ? ഇപ്പം പിന്നെ 2 വർഷം കൊറോണ കൊണ്ടുപോയി, അത് 4-5. പക്ഷെ നമ്മൾ വെറുതെ ഇരുന്നില്ല, ആ സമയത്ത് നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു. അരവിന്ദനദികൾ ഒരു കട്ടിൽ വരുന്നുണ്ടല്ലോ സാർ, ഒരു ഷോർട്ട്. അത് അബദ്ധം സംഭവിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ഭയങ്കര പൈസയാണല്ലോ ഷിമോന്ന് കൊണ്ടുപോകും. അങ്ങനെ ചായക്കടയിൽ ഇരുന്ന് കഴിയുമ്പോൾ അത് ഞാനും ക്യാമറാമാനായിരുന്നു, സ്വരൂപമായിരുന്നു. അപ്പോൾ ക്യാമറാമാൻ്റെ അസോസിയേറ്റ് അത് റോൾ ചെയ്തു. അത് അറിയുന്ന ആൾക്കാരെ നോട്ട് ചെയ്യുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ആക്ടർ എന്ന നിലയിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വളർച്ച ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ഒരാളാവും മോഹൻ. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു പുള്ളിക്കാരുടെ ജേണി എങ്ങനെയാണ്? അല്ല, വിനീതിൻ്റെ തുടക്കം മുതലുള്ള നടൻ എന്നുള്ള രീതിയിൽ വളർച്ച ഇമ്പ്രൂവ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുള്ളത്, വിമർശനമായാലും നല്ലതായാലും ഞാൻ വിനീതിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അത് അവന് ഉൾക്കൊള്ളാറുണ്ട്. നാച്ചുറലി അതങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ നമ്മളെ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവനെ വിമർശനമൊക്കെ ഉൾക്കൊള്ളാൻ മനസ്സിലൊരു വ്യക്തിയാണ്. അതെ അതെ. ഇപ്പോൾ ലേറ്റസ്റ്റ് വർഷങ്ങൾക്ക് ശേഷത്തിനും ഈ OTT ഇറങ്ങിയ ശേഷം ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു നേരിട്ടുന്നത്? ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി ഭയങ്കര പറഞ്ഞിട്ടായിരുന്നു ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് എന്തായിരുന്നു ഡെസ്പായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ എനിക്കങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, എന്തായാലും നമ്മൾ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ പടം കണ്ടപ്പോൾ തന്നെ അത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാലഘട്ടത്തിൻ്റെ ഒരു സാധനം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം ശരിക്കും എൻജോയ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചു, അത് വർക്കൗട്ടായി. നമുക്ക് ആ കാലഘട്ടം വർക്കൗട്ടായി. പിന്നെ പുതിയ ആൾക്കാർക്ക് എങ്ങനെയാണെന്നുള്ള അങ്ങനെയുള്ള കുറേ വിമർശനം ആ സമയത്ത് വന്നത് അതുകൊണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടുന്നില്ല, അതേ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇയാൾ പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ആളുകൾക്ക് പെൺകുട്ടികളെ കിട്ടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന പെണ്ണ് കിട്ടാതെ ഇവൻ്റെ പ്രശ്നം കൊണ്ടാണ് പെണ്ണ് കിട്ടാതെ, പെണ്ണില്ലാതുകൊണ്ടല്ല. ആ ഒരു സാധനം ചർച്ച ചെയ്യുന്നത്. അല്ല, ഈ ജാതകം കണ്ടീഷൻസ് എല്ലാം അങ്ങനെ കുറേ പേരെ ഇത് നമുക്ക് കാണാൻ പറ്റും. അത് ഒരുപാട് ഡിമാൻഡ്സ് വരും. അപ്പോൾ അങ്ങനെ കിട്ടാണ്ടാവുമ്പോൾ ഡിമാൻഡ്സ് കുറഞ്ഞു വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ മാർക്കറ്റിലൊക്കെ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ആ രീതി തന്നെയാണ് കാണുന്നത്. അല്ല, ഇത് ഇവൻ്റെ കുഴപ്പമാണ്. ഇവൻ്റെ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ജാതക പ്രകാരം പഴയ ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവൻ പെൺകുട്ടീനെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് പെണ്ണ് കിട്ടാണ്ടായി പോകുന്നത്. ഇപ്പൊ ഇനി വിനീത് ശ്രീനിവാസൻ 2 സിനിമ അടുപ്പിച്ച് അഭിനയിച്ച് ധ്യാൻ ശ്രീനിവാസൻ വെച്ചൊരു സിനിമ ഇനി എന്താ? അങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? അവിടെ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തു എൻ്റെ കാഴ്ചപ്പാടിൽ. കാരണം ഞാൻ നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാറ്റിലും, എല്ലാ മേഖലകളിലും. ഇപ്പോൾ അത് ആർട്ടിൻ്റെ കൂടെ ആ സെക്ഷൻ വിട്ടുകൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പുറത്ത് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സോങ് മൊത്തം പ്ലാൻ ചെയ്ത അവനാണ്. അതിൻ്റെ അതിലൊരു സോങ്ങിനെ ഞാനത് കൊടുത്തിട്ട് അത് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു, അത് പ്ലാൻ ചെയ്തു. അങ്ങനെയൊക്കെ ഒരു അസിസ്റ്റൻ്റ് ആക്ടർ എന്ന രീതിയിൽ. ഡയറക്ടർ എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസനോ അതോ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള ധ്യാൻ ശ്രീനിവാസനോ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്? ധ്യാനെ കുറിച്ച് അവനിപ്പം ഒരു പടം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ ആക്ടർ അവന് നല്ലൊരു സ്കില്ലുണ്ട്. അത് ശരിക്കും ഇപ്പം ഒരുപാട് പടങ്ങൾ വരുന്നുണ്ടെങ്കിലും അവന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന, സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുന്ന സിനിമ ഇനി വരണം. കാരണം അവൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ. ആ സിനിമ കഥ പറയുമ്പോഴാണ് മമ്മൂക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു ജേണി? ഫസ്റ്റ് സിനിമയാണ് അത്. ശരിക്കും ഞാൻ വേറെ 1-2 സബ്ജക്റ്റുകളൊക്കെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ കുറേ സിനിമയുടെ അടുത്ത് കഥകൾ പറഞ്ഞ് നടന്നു. അവസാനം ഒരു കഥ, ഒരു തമിഴിലുള്ള ഒരു നാടകത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു കഥയാണ് പ്ലാൻ ചെയ്തത്. അപ്പം അതിനിടയിൽ ശ്രീനേട്ടന് ഇത് തോന്നിയൊരു ഐഡിയ ആണ് ഇത്. അതായത് ഉദയാണ് താരത്തിൻ്റെ സമയത്ത് ആ ഡിസ്കഷൻ ടൈമിലാണ് ഈ അശോക് ഒരു സൂപ്പർ സ്റ്റാറും ഒരു ഫ്രണ്ടും എന്നുള്ള രീതിയിൽ കഥ ആലോചിച്ചാൽ അങ്ങനെ തോട്ട് വന്നത്. അതിന് കാരണം ശ്രീനേട്ടൻ്റെ ലൈഫിൽ ഒരുപാട് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കും പറയാറുണ്ട്. പക്ഷെ അത് അന്നേരം
അതിന് ആ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തോട്ട് വന്നത് ഈ ഇത് ഉദയനാണ് താരത്തിൻ്റെ ശേഷമാണ് ആ ഒരു പീരീഡിലാണ്. ഓക്കെ. പക്ഷെ പിന്നീട് ഞാൻ ഈ തമിഴ് ഡ്രാമ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ പറയുന്നത്, ഇതിൻ്റെ ത്രെഡ് പറയുന്നത്. അപ്പം തന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് മമ്മൂട്ടി ഇത് ഒരു 4-5 സീനിൽ വേണ്ടി വരും, മമ്മൂട്ടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ, കാരണം ലോകത്തിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ അത് മമ്മൂട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഉറപ്പായിട്ടും നമുക്ക് സമ്മതിക്കും, കാരണം ആ ഒരു സാധനം കേൾക്കുമ്പോൾ ഫോണിൽ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഇമോഷൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, ഒരു കരച്ചിൽ വരുന്നുണ്ട്. ആ ഒരു 10 വരിയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുചേലനും കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെനിക്ക് അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക സമ്മതിക്കൂല്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് മാത്രമേ അത് സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. അങ്ങനെ മമ്മൂക്കത് സമ്മതിച്ചു. മമ്മൂക്കത് കേട്ടപ്പോൾ തന്നെ മമ്മൂക്ക ഇമോഷണലായിട്ട് സമ്മതിച്ചു. അങ്ങനെ അതുകൊണ്ട് ഒരു സംഭവിച്ചതാണ്. അതിപ്പോഴും ആ രംഗം കാണുമ്പോൾ നമ്മൾ ലൈഫിൽ തന്നെ നമ്മൾ നേരിട്ടിട്ട് കാണുന്ന പോലെ ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ഈ പണ്ട് കാലത്ത് ശ്രീനിവാസനായിരുന്നു മമ്മൂക്കിക്ക് വന്ന കത്തുകളൊക്കെ വായിച്ചിരുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ആ ഒരു കത്താണ് പിന്നെ മുത്താരംകുന്ന് പിയോക്ക് പ്രചോദനമായിരുന്നതൊക്കെ? അതൊക്കെ അങ്ങനെ വ്യക്തമായി എനിക്കറിയില്ല. പക്ഷെ മമ്മൂക്കി ശ്രീനിവാസൻ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പാണ് വർക്കൗട്ട് ആയത്. കാരണം മാനസികമായ റിലേഷൻഷിപ്പ് അത് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും കഥ പറയുമ്പോൾ വർക്കൗട്ടായുള്ള പ്രധാന കാരണം. ഇത് പിന്നെ പിന്നീട് ഹിന്ദിയിലേക്കും തമിഴിലേക്കും പോകുമ്പോൾ അത് പിന്നെ കണ്ടിട്ടുണ്ട്, ബില്ലു ബാർബർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതത്ര സക്സസ് ആയത്. തമിഴിലധികം അത് വിജയമായിരുന്നില്ല, ഹിന്ദിയിൽ ആവറേജ് ആയിരുന്നു തോന്നുന്നു. അത് കാണുമ്പോൾ എങ്ങനെ ഒരു മേക്കർ എന്ന രീതിയിൽ വിലയിരുത്താൻ പറ്റും? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് തമിഴിലുള്ളത് ശരിക്കും അതിൻ്റെ ഒരു മലയാളം വർക്ക് ചെയ്ത പോലെയല്ല വർക്ക് ചെയ്തത്. അതിൻ്റെ പ്രത്യേക അതുകൊണ്ടായിരിക്കാം. പിന്നെ ഹിന്ദി നന്നായിട്ട് വർക്ക് ചെയ്തു. ഷാരൂഖ് ഖാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഒരു തരക്കുള്ള വിജയമായിരുന്നു തോന്നുന്നു. എനിക്ക് കൂടുതൽ അറിയില്ല. കൂടുതലും ഫീൽ ഗുഡ് സിനിമകളാണല്ലോ ചെയ്തിട്ടുള്ളത്, ഭയങ്കരമായിട്ട് ഫാമിലി റിലേറ്റഡ് ഫീൽ ഗുഡ് സിനിമകൾ. ഇത് ഈ ഒരു ജാതകത്തിലേക്ക് വരുമ്പോഴും ഫീൽ ഗുഡ് എന്നുള്ളൊരു മൊമെന്റ് അതിലുണ്ടാവും, എലമെന്റ് ഉണ്ടാവും. ഫീൽ ഗുഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലതൊരു ഫൺ മൂവി എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സാധനം വെച്ചിട്ട് പല ആൾക്കാരും കണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലീഷേ തന്നെയാണ് ശരിക്കും. ഒരു ക്ലീഷേ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ വളർത്തിയെടുത്തു. അങ്ങനെയുള്ള സാധനമാണത്. ഏതായാലും 31-ാം തീയതി തിയേറ്ററിലേക്ക് എത്താണ് ഒരു ജാതകം. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ ഫേക്ക് ആയിട്ടുള്ള ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സന്തോഷവും എൻജോയ്മെൻറ്റും കിട്ടും. പിന്നെ അത് നമുക്കെല്ലാവർക്കും ഗുണകരമാണ്. നമ്മുടെ അധ്വാനത്തിന് ഒരു ഫലവും ഉണ്ടാവും. അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിജയമാവട്ടെ, വലിയ വിജയമാവട്ടെ. താങ്ക് യു. ഓക്കെ, റൈറ്റ്.